നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ തുടരും സിനിമ കണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടക്കത്തിൽ കണ്ടത് ഈ ഒരു മുത്തശ്ശൻ അവിടെ ഇരുന്നിട്ട് ഒരാളെ വിളിച്ചിട്ട് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന് ശേഷം അത് അപ്പൂപ്പനുണ്ടായിട്ടുള്ള ആ ഒരു അനുഭവമൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് എനിക്ക് ശരിക്കും ഭയങ്കര ഒരു കൗതുകം തോന്നി. കാരണം അത്രയ്ക്ക് എൻജോയ് ചെയ്യാനുണ്ട് സിനിമേൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. അടിപൊളിയായിരുന്നു. ഐ മീൻ ഫസ്റ്റ് ഹാഫ് വേറെ സെക്കൻഡ് ഹാഫ് വേറെ, രണ്ട് സിനിമ കാണുന്ന പോലെയൊക്കെ ചിലപ്പോൾ തോന്നിപ്പോവും. അത്ര സെക്കൻഡ് ഹാഫിലേക്കാണ് കൂടുതൽ രസം, എൻഗേജ്മെൻറ്റ് വരുന്നത്. ഒരു സിനിമ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സെക്കൻഡ് ഹാഫ് ആയിരിക്കും അതിനെ സ്വാധീനിക്കാൻ, അതിൻ്റെ വിജയമൊക്കെ സ്വാധീനിക്കുന്ന സെക്കൻഡ് ഹാഫ് ആവാനാണ് സാധ്യത കൂടുതൽ. ചില സിനിമകളൊക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സെക്കൻഡ് ഹാഫിന് വേണ്ടി മാത്രം, അതായത് ക്ലൈമാക്സിന് വേണ്ടി അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രം ഫസ്റ്റ് മുഴുവൻ ഇരുന്ന് കാണുന്ന, ഇപ്പം കമ്പയർ ചെയ്യല്ല എന്നാലും പറയുകയാണ്, നമ്മുടെ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ എന്ന് പറയുന്ന, ഐ മീൻ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം, ഇൻഫിനിറ്റി വാറൊക്കെ കാണുന്നത് എൻഡ് ഗെയിം കാണാൻ വേണ്ടി മാത്രമാണ്. ഞാൻ ഈയിടെ കണ്ടിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് എനിക്ക് കണക്റ്റ് ആയതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും നമ്മുടെ തുടരും എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ട്, അടിപൊളിയാണ്. അതിൽ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള കാര്യം, സിനിമ അടിപൊളിയാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷേ സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നി ഇതിങ്ങനെ വരാൻ സാധ്യതയുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നി. പക്ഷേ അവിടെ എന്ത് ചെയ്തു, ഒരു ബ്രില്യൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇടയിൽ മറ്റൊരു ക്യാരക്ടറിനെ കുത്തിക്കയറ്റി അതായിരിക്കും എന്ന് എന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചു. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ടോട്ടൽ കൺഫ്യൂഷൻ ആയിരിക്കും, ഇതാണോ അല്ലെങ്കിൽ അതാണോ എന്നൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ തന്നെ കഥ വന്നത്. പക്ഷേ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റി. ആ ഒരു കൺഫ്യൂഷൻ ഇല്ലെങ്കിൽ ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത പോലെ വന്നല്ലോ, അതിൻ്റെ ഒരു അഹങ്കാരം എന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെ പറയണ്ട. എന്നാലും അടിപൊളിയായിരുന്നു സിനിമ. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പഴയ രീതിയിലുള്ളൊരു സിനിമ. അത്രയും ഞാൻ വിചാരിച്ച് പോയിട്ടുള്ളൂ. ആ ഒരു തോട്ടിൽ പോയതുകൊണ്ട് തന്നെ സിനിമ ടോട്ടലി എൻജോയ് ചെയ്തെന്ന് തന്നെ പറയാം. പല കാര്യങ്ങളും സെക്കൻഡ് ഹാഫിലാണ് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ മോഹൻലാൽ സാറിൻ്റെ നമ്മുടെ ഒരു കാറിൽ, അംബാസഡർ കാറിൽ ഒരു നമ്മുടെ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള L2 സിനിമയിൽ ഒരു മരം കത്തുമ്പോൾ മുമ്പിൽ നിൽക്കുന്നൊരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അംബാസഡർ കാറിൻ്റെ മുമ്പിൽ ഇരിക്കുന്നൊരു ഭാഗമുണ്ട്, ഒരു ലോഡ്ജിൻ്റെ മുമ്പിൽ അംബാസഡർ കാറിൽ ഒരു റെഡ് കളറൊക്കെ ഇങ്ങനെ അടിച്ച്, എൻ്റെ പൊന്നു ഐക്കോണിക് എന്നൊക്കെ പറയാം. അടിപൊളി ഷോട്ടായിരുന്നു അതൊക്കെ. ഫുള്ള് ടോട്ടലി സിനിമ അടിപൊളിയാണ്. അടിപൊളി സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. എല്ലാവർക്കും ഈ ഒരു ഒപ്പീനിയൻ ഉണ്ടാവണമെന്നില്ല. എനിക്ക് അടിപൊളിയായിട്ടാണ് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്.